ട്രോളിടാൻ ഞാനാര് മിസ്റ്റർ വേണ്ട ട്രോളിടാൻ ഞാനാര് വാ കാണുമ്പോ എനിക്കും ബ്ലെൻഡർ ഒക്കെ പഠിക്കാൻ തോന്നുന്നു. അല്ലേ എടാ മറ്റേ ആന വാ വിളിക്കുന്ന അണ്ണാൻ വാ വിളിക്കരുത്, മനസ്സിലായ? അത് വല്ലാത്ത പ്രശ്നമാണത്. വർക്ക് ഫുള്ള് ബ്ലെൻഡറാണ്. ഫസ്റ്റ് വീഡിയോ വൈറ്റിൽ 1 മിനിറ്റ് 4K ഇവിടെ സൈസ് ഇടാൻ വരത്തില്ല. സെർച്ച് 3D5 BMW 3D5 ഈഗിൾ. കൊള്ളടാ കിടിലം 3D5 അടിപൊളിയാടാ അടിപൊളി. എടാ ഇത് നമ്മുടെ മാഴ്സിലുള്ള പയ്യനാണ്. മാഴ്സ് ക്ലാനിലുണ്ടായിരുന്ന കുട്ടപ്പനില്ലേ, മാഴ്സ് കുട്ടപ്പനാണ് ഇത് ചെയ്യുന്നത്. എനിക്കറിയാം. ഇവിടെ എന്ത് സ്മൂത്ത് ആയിട്ടാണ് പുള്ളി ഓടിച്ചത്. മോനെ ഇതിലും സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് കാണണോ നിങ്ങൾക്ക്? യൂട്യൂബിൽ പോയിട്ട് ഈഗിൾ ഗെയിമിംഗ് എന്ന് സെർച്ച് ചെയ്യണം. ഈഗിൾ ഗെയിമിങ്ങിന്റെ മറ്റേ ഇന്ന് നടക്കുന്ന ദിവസം എന്ന് ടൈറ്റിൽ ഉള്ള ഒരു ലൈവ് ഉണ്ട്. പയ്യൻ കിടിലോ എന്ന് പറഞ്ഞാൽ കിടിലോ. എൻ്റെ അമ്മോ, അതൊക്കെയാണ് ഡ്രൈവിംഗ്. നിങ്ങൾ കാണണം. വിഷയം എന്ന് പറഞ്ഞാൽ വിഷയം. എടാ ഇന്നലെ TJ എൻജോയ്മെന്റ് ഇറ്റ് വാസ് ഓ ബാഡ് ഗൈസ് ഗസിങ് ഓൺ യുവർ ഫാദർ ആൻഡ് മദർ. ഇറ്റ് റിവീൽസ് ദ ക്വാളിറ്റി ഓഫ് സ്ട്രീമിംഗ് TV ഫാമിലി ഡു. അണ്ണൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചപ്പം സ്വന്തം ചേട്ടനെ വിളിച്ച പോലെ ദേഷ്യം വന്നു എനിക്ക്. ലൈക്ക് എടാ ഇല്ല സീനില്ല. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം സിറ്റിയിൽ നടന്ന സിറ്റുവേഷൻസ് ഒക്കെ ഇവർ അതിനുള്ള മറുപടികളൊക്കെ തരുന്നത് ഡിസ്കോഡ് ഓപ്പൺ ചെയ്ത് വെച്ച് ഗ്യാങ്ങിൽ 5 പേരായിട്ട് ചേർന്ന് ഒരുമിച്ചിരുന്ന് അതിന് റിപ്ലൈ പറയുന്നതാണ് അവരുടെ ശൈലി. നമ്മളും തിരിച്ച് അതുപോലെ ഒക്കെ കഴിഞ്ഞാൽ ശോകം. ഒരു സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്തപ്പോൾ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് പിന്നീട് അത് ചെയ്യരുത്, അല്ലെങ്കിൽ ഡിസ്കോഡിൽ വന്നിരുന്ന് ഈ പറയണത് പോലെ ഇങ്ങനെ പറയരുതെന്നുള്ളൊരു കാര്യം മെയിനായിട്ട് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് പിന്നെ ഇല്ല ഇത് ഞാനും ഇപ്പോൾ ലൈവിലിരുന്ന് വീണ്ടും ഈ പറയണത് പോലെ ഇവന്മാരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാനാണെങ്കിൽ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അവന്മാർക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്താലേ വ്യൂസ് കിട്ടത്തുള്ളൂ, മനസ്സിലായോ? ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം അവർക്ക് വ്യൂസ് കിട്ടാൻ. നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെയാണ് തിരിച്ചറിവെന്ന് പറയുന്ന ഒരു സാധനം. നമുക്കിത് ചെയ്യേണ്ട ആവശ്യമില്ല. വ്യൂ ഗെയിൻ ചെയ്യാനും മറ്റേ ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ ഇതാവാനുള്ള ഇത് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. നമുക്കിപ്പോൾ നിങ്ങളോട് ഞാൻ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഡിസ്കോഡൊക്കെ കണ്ട് 6700 പേര് ഇവിടെ ഇരുന്ന് എൻ്റെ ലൈവ് കാണുന്നുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. എനിക്ക് പകരം അവിടെ ഇരുന്ന് കുരയ്ക്കുന്ന ഒരു 200 പേരെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടി അവരെ ചീത്ത വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവിടെയാണ് ഡിഫറൻസ്. ആ ഡിഫറൻസ് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. 5-6 വർഷമായിട്ടും ഇവർക്ക് അറിയില്ല, 3-4 വർഷമായിട്ടും ഇപ്പോഴും ഇവർക്കത് കാര്യം പിടിയിട്ടിട്ടില്ല. അതാണ് അവിടുത്തെ ഡിഫറൻസ്. അതുകൊണ്ട് ഞാൻ തിരിച്ച് ചീത്ത വിളിക്കാൻ പോകത്തില്ല. ഞാൻ ഇനി സംസാരിക്കുന്നത് തിരിച്ച് TV ജയിക്കുമ്പം സിറ്റിയിൽ സംസാരിക്കും, പരന്തുവാസുമായിട്ട്. മനസ്സിലായോ? അത്രേ സംസാരിക്കുള്ളൂ. അതേ എനിക്ക് പറയാനുള്ളൂ. അതിൽ കൂടുതൽ വേറൊന്നും പറയില്ല. ഇത് ഈ പുള്ളിയുടെ പ്രൊഫൈൽ ആർക്കെങ്കിലും അറിയാൻ കേട്ടോ, പുള്ളിയുടെ അടുത്ത് പറയണം കേട്ടോ. ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഈഗിൾ ഗെയിമിംഗ് ഡ്രൈവിംഗ്. പുള്ളിയുടെ അടുത്ത് പറയണം ടേഡ് യു ദ ക്രേസി. എടാ പുള്ളിയുടെ അടുത്തൊന്ന് പറയണടാ, ഉറപ്പായിട്ടും പുള്ളിയുടെ അടുത്ത് പറയണം കേട്ടോ. ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഈഗിൾ ഗെയിമിംഗ് ഡ്രൈവിംഗ് എന്ന് പറയുന്ന സിമുലേറ്റർ. പുള്ളി പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കുന്നതാ. ഇവൻ എന്തും ഉണ്ടാക്കുന്നേ? Don't go killer, 35
certified fresh, bitch, ain't nobody realer. Slow mo when I enter, only feel God and the man in the mirror. I see the devil looking back, on another level, where you at? I'm a savage, I'm a beast, got blood in my teeth when I'm going for your neck. എടാ അവൻ എന്ത് കൂളായിട്ടൊരു ലംബോർഗിനി ഇരുന്ന് ബിൽഡ് ചെയ്യണ്, നിങ്ങൾ കാണുന്നുണ്ടോ ഇതുവല്ലോ? എടാ ഇവനൊക്കെ ഒരു നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കുറച്ച് ഹെവി മെഷീനറീസും ഇങ്ങനത്തെ എക്യുപ്മെന്റ്സ് ഒക്കെ ഇതാക്കാനുള്ള ഒരു ഇതെടുത്തോടെ ആയിരുന്നെങ്കിൽ ഈ ചെറുക്കനൊക്കെ ഏത് ലെവലിലെത്തിയേനെ. ഓ കേരളത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഹാൻഡ് മെയ്ഡ് ലെംബോ ഒക്കെ അല്ലേ, മറ്റേ അത്രയും പവറൊന്നും പ്രതീക്ഷിക്കണ്ട. എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കുക, അങ്ങനെ ഒരു സാധനം ഇത്ര ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞാൽ. വിഷയം ബ്രോ, വിഷയം. തന്നാൽ തീരാത്ത ദുരിതങ്ങൾ തീരും ശംഭോ ശിവശംഭോ 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 ശംഭോ. Salimos para la carretera la gente. Yo le digo que ഇതൊക്കെ എന്താണ് ഇതൊക്കെ ആരുണ്ടാക്കണതൊക്കെ? അഴകിൽ എൻ ഇതയം എടാ ഇത് ഉണ്ടാക്കിയവന് പോലും ഒന്ന് അറ്റ്ലീസ്റ്റ് എനിക്ക് ഈ രാജ് സാറിനെ കൺസിഡർ ചെയ്ത ഇവർ ഇത്രയും പേര് മറ്റേ FFKYC-യിലുള്ളവരല്ലേ. അല്ല ഞാൻ ശരിക്കും പറയാം കേസ്, ഇതിനോട് എനിക്ക് താല്പര്യമില്ല കേസ്, സത്യം പറയാം. നമ്മൾ ഒരു എന്തൊക്കെ പറഞ്ഞാലേ എത്ര അടിയും ഇടിയും വഴക്കും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഒരു കാര്യം പറയാം, ഇതിൻ്റെ 2 വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഇവർ തിരിച്ചു വിട്ടായിരുന്നു കേട്ടോ ഇതുപോലെ. അതായത് ഞങ്ങളെല്ലാവരും ജോക്കേഴ്സ്, ഇവർ അടിപൊളി. എനിക്ക് 2 പേരെടുത്തും എനിക്ക് സത്യമായിട്ട് ഒരു താല്പര്യമില്ല. സീരിയസ്ലി പറയാം, ഇങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഇങ്ങനെ ഇടുന്നതിൻ്റെ എല്ലാവരും ഏത് ഗെയിമാണെങ്കിലും കളിക്കുന്നവർ ഇപ്പം കാറ് ഏതോടിച്ചാലും ഡ്രൈവേഴ്സാണ്. കാർ ഇപ്പോൾ നോർമൽ കാർ ഓടിച്ചാലും മറ്റേ കാർ ഓടിച്ചാലും ഏതോടിക്കുന്നവരും ഡ്രൈവർമാരാണ്. അതുപോലെ തന്നെ ഉള്ളൂ. ഏത് ഗെയിം കളിച്ചാലും കളിക്കുന്നവർ ഗെയിമേഴ്സാണ്. അല്ലാതെ ഇങ്ങനെ ഒന്നും ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല സത്യം പറയാം. ഇത് ഇവരുടെ മാത്രം കണ്ടിട്ട് പറയല്ല, ഇത് നേരെ തിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ശോകമാണ്. ഗെയിമിനകത്ത് ക്രെഡ്ജൊക്കെ അതവിടെ നിന്നോട്ടെ. അത് എനിക്ക് ഈ കൂട്ടത്തിൽ അങ്ങനെ പേഴ്സണൽ വൈരാഗ്യമുള്ള ആരുമില്ലായിരുന്നു. ഈ സമയത്ത് ഞാൻ ഇവിടെ ഇപ്പം ഈ കൊമ്പൻ്റെ പടത്തിന് വരെ ഇവിടെ പുഷ്പയുടെ പടമായിരുന്നെങ്കിൽ ഞാൻ ഡയലോഗ് 2 പറയാമായിരുന്നു. അതെ അല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. പുഷ്പ ഞാൻ ഒരു കാര്യം പറയാം കേസ്, എനിക്ക് പയ്യനോട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ ഓരോന്ന് മറന്നു വരുമ്പോൾ ആ ചെറുക്കൻ ഇങ്ങനെ ഓരോന്ന് ഇതാക്കിയിട്ട് എടാ അവനാണ് ഈ പുഷ്പ എന്ന് പറയുന്ന പയ്യനുണ്ടല്ലോ, അവൻ എന്തോ പ്രശ്നമുണ്ട് ഗാലക്സി സത്യം പറഞ്ഞാൽ. അതായത് അവൻ ഇന്നലെ മറ്റേ ലൈവൊക്കെ വന്നിട്ട് മറ്റേ ഡിസ്കോഡിൽ ഇരുന്ന് പറയുവാണ്. ഗൈസ് നിങ്ങൾ കേൾക്കണേ നിങ്ങളെല്ലാവരും, കാരണം അത് കണ്ടവരാണ് നിങ്ങൾ അത്രയും പേര്. സിയോണിന്ന് ഇറങ്ങിയ സമയത്ത് പുഷ്പ വന്നത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പുഷ്പ വന്നത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ അടുത്ത് വന്ന് അപ്പം ഞാൻ അവനെ എങ്ങനെ ട്രീറ്റ് ചെയ്തേ? ഞാൻ അവനെ ഇഗ്നോർ ചെയ്തോ? ഞാൻ അവനെ എന്തെങ്കിലും പറഞ്ഞു? അപ്പം ഞാൻ എന്താ വെച്ചാൽ ഞാൻ അവനെ നല്ല രീതിയിൽ സംസാരിച്ച് ഇതാക്കിയിട്ട് ഇന്നലെ ലൈവ് വന്നിട്ട് പറയുകയാണ്, എടാ ഇവന്മാർ സിയോണിന്ന് ഇറങ്ങാൻ നേരം ഞാൻ ഇവന്മാരെ ഊക്കാൻ വേണ്ടിയിട്ട് സിയോണി കയറി അണ്ണാന്ന് വിളിച്ച് അവന്മാരെ ഊക്കാനാണെന്ന് പോലും മനസ്സിലായില്ല. ഈ മണ്ടന്മാർ അതും കേട്ടോണ്ടിരുന്നെന്ന്. എടാ ഇവൻ എന്തോ ഗൈസ് ഇവൻ എനിക്ക് ഇൻബോക്സിലൊക്കെ അയക്കുന്നതൊക്കെ കാണണം ഗൈസ്. ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, വേണ്ട, അത് കാണിച്ചാൽ അത് ചീപ്പായി പോകും. ഇവൻ എനിക്ക് ഇൻബോക്സിൽ അയക്കുന്നതൊക്കെ കാണണം. അണ്ണാ മെൻ്റൽ ഹെൽത്ത് നോക്കണേ അണ്ണാ നിങ്ങളിനി എങ്ങോട്ടാണ് കളിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് സെർവർ ഇല്ലെങ്കിൽ പറയണേ അണ്ണാ. കാശിറക്കാൻ നമ്മുടെ ആളുണ്ട് അണ്ണാ, നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കല്ലേ. എടാ ഞാൻ അത് ബ്രോ, എനിക്ക് ഗെയിമിൽ അവൻ പറയുന്നതിന് ഒരു പ്രശ്നവുമില്ല. എനിക്ക് ഗെയിമിൽ അവൻ എന്തോ വേണം പറഞ്ഞോട്ടെ, കുഴപ്പമില്ല.
ഈ ഡിസ്കോഡിൽ ഓസിയിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോഴാ എനിക്ക് അതാണ് വിഷമം. എനിക്ക് അത് കാണുമ്പോഴാണ് ഈ പറയണ പോലെ ഇവന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. സത്യം പറയാലോ, 100% സർട്ടിഫൈഡ് വാണെന്ന് പറയില്ല, അതാണ് അവൻ. എനിക്കത് ഇങ്ങനത്തെ ആൾക്കാർ എനിക്ക് ഇഷ്ടമല്ല, സത്യമായിട്ട് എനിക്ക് ഇഷ്ടമല്ല. എലിയുടെ Hi, Hi. you're watching cartoons. ഇതെന്താ കൊഞ്ചു വരട്ടാൻ വെച്ചിരിക്കണ? പ്രതിഷ്ഠയാ അമ്പലത്തിൽ നേര് നോക്കുന്നത്. ഇത് അമ്പലത്തിലെ മറ്റേ തമിഴ്നാട്ടിലെ അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോ കൊത്തി വെക്കൂല്ലേ ഇങ്ങനെ വെളിയില്. കറക്റ്റ് സാധനം ഇങ്ങനെ നിക്കണം. Hello, what happened? Nothing. എന്തൊക്കെ കാണണം ഒരു ദിവസം കഴിഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിന്റെ അടുത്ത് കെവിനെ, നീ ഇപ്പൊ ചായ കുടിച്ചോണ്ടിരിക്കുന്നു. നീ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ കേറി വരുന്നു. അപ്പൊ ഞാൻ നിന്നോട് ചോദിക്കുക, നീ കുടിക്കുന്നത് നീ ചായ കുടിച്ചോണ്ടിരിക്കുവല്ലേ എന്ന് ചോദിക്കുക, അത് തെറ്റാണോ? ഒരിക്കലും അല്ല, തെറ്റല്ല. അത്ര എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ പറയാനുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ ഊഹിച്ചെടുത്തു. അണ്ണന്റെ വോയിസ് പാക്ക്, എന്റെ വോയിസ് പാക്ക്, എന്റെ വോയിസ് പാക്ക് വേണമെങ്കിൽ ക്രാഫ്റ്റനോടാ പറയണ്ടത്, മനസ്സിലായോ? മറ്റേ BGML ഇതിലൊക്കെയാണ് പറയേണ്ടത്. കമന്റ്സ് ഒക്കെ ഉണ്ടെന്ന് ഏതോ ഒരു കണ്ടന്റ് അടിയിലൊക്കെ എന്റെ വോയിസ് വേണമെന്നൊക്കെ പറഞ്ഞ് 1K 2K ലൈക്കാണ് പുത്തോളെ. അത് ക്രാഫ്റ്റനോട് പറയണം. മറ്റേ BGML ഒഫീഷ്യലിനകത്ത് സായിപ്പ് ഇവിടെ വോയിസ് വി നീഡഡ് എന്ന് പറയണം. എന്നാലേ അവർ അതിനുള്ളൊരു ഇത് കാണത്തുള്ളൂ, മനസ്സിലായോ? അപ്പൊ നമ്മൾ കേറ്റിവിടാം. ഇങ്ങോട്ട് കുണ്ടേ, അങ്ങോട്ട് പോടാ അവരാതി, നീ റെക്കോർഡേ മയിലേ, അതൊക്കെ ഞാൻ കേറ്റാൻ നോക്കാം മാക്സിമം. എന്റെ മറ്റേ മിത്തിക്കില്ലാത്ത അതൊക്കെ കേറ്റാൻ നോക്കാം. ഓക്കെ, മിത്തിക്കില് കേട്ടാ നീ അങ്ങോട്ട് ചെന്നാ മതി. മിത്തിക്കില് ഓക്കെ. എല്ലാരും ക്രാഫ്റ്റിനോടൊന്ന് പറയണം കേട്ടാ, ക്രാഫ്റ്റിനോടൊന്ന് പറയണേ. ക്യൂട്ടിഫൈ കാണാൻ എടാ സത്യോടെ ഞാൻ പെട്ടെന്ന് അവിടെ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ ആദ്യം വിചാരിച്ചത് അവളായിരിക്കും എന്നാ. നാട്ടിൽ പോയതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഇരുന്ന് അവൾ ഉണ്ടായിരുന്നപ്പോഴാണ് പറഞ്ഞിരുന്നെങ്കിൽ സ്പോട്ട് ലൈവൻ്റ് ആയിരുന്നു, ഉറപ്പായിരുന്നു. അവൾ പറയണ എന്തോന്നറിയാം എന്നോട്, അവളുടെ മുമ്പിൽ വെച്ച് എലിയെ പോലാണ് അവൾ ഇരിക്കുന്നത് എന്ന് വേണം പറയാൻ. അല്ല, നേരെ തിരിച്ച് ഇവളെ പോലാണ് എലി ഇരിക്കുന്നതെന്ന് വേണം പറയാൻ. എലിയെ പോലെ ഇവൾ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്, ഇവിടെ പ്രശ്നമാണ്. വയ്യല്ലാത്ത പ്രശ്നമാണത്. ഇതെന്താ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ? ഫിറ്റ്നസ് വീഡിയോ വേണ്ട, ഇവിടെ ഫിറ്റ്നസ് വീഡിയോ വേണ്ട. അണ്ണ ഞാൻ ചെയ്ത ഒരു എഡിറ്റിംഗ് ആണ്, ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അമ്മയുടെ ഈ ഫോട്ടോ ഒന്ന് ശരിയാക്കി തരാം. അത് വായിച്ചപ്പോഴത്തേക്ക് അതാ AV ക്രിയേഷൻസ്. ഗൈസ്, നിങ്ങളുടെയൊക്കെ അച്ഛൻ്റെ അമ്മയുടെയോ ആരുടെയും ഒക്കെ ഫോട്ടോസ് ഇങ്ങനെ നിങ്ങൾക്ക് ഇതാക്കി ചെയ്യേണ്ട ചെറുക്കനെ കോണ്ടാക്ട് ചെയ്യും. ഇതേ AV ക്രിയേഷൻസ്. വിഷയം നിന്റെ ഈ DP, നിന്റെ ഇവിടെ തുടക്കത്തിൽ മറ്റേ ഈ തമ്മിൽ ഞാനത് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു നീ മറ്റേ സൂര്യനെയൊക്കെ കയറ്റുന്ന പരിപാടിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എടാ ഇനി തരാം ഐപാഡ് ഇല്ലടാ, എൻ്റെ വേറെ ഐപാഡ് ഇല്ല, ഒരു ഐപാഡേ ഉള്ളൂ, അല്ലെ ഞാൻ തന്നേന് നിനക്ക്. ഐപാഡ് ഇല്ല, ഉള്ള ഐപാഡ് കൊടുത്തു. ഇനി അടുത്ത വർഷം ഡൊണേഷൻ, അടുത്ത വർഷം ഉള്ള ഐപാഡ് കൊടുത്തു. ഈ വർഷത്തെ ഡൊണേഷൻ കഴിഞ്ഞു, പൈസ ഇല്ല, ഐപാഡ് ഇല്ല. അതങ്ങനെ ഐപാഡ് ഉണ്ടോ കൊടുക്കാൻ? എല്ലാവർക്കും
നീയൊക്കെ ഐപാഡ് പ്രതീക്ഷിച്ചാണ് ഇവിടെ വീഡിയോ കൊണ്ടിടുന്നതെങ്കിൽ എല്ലാത്തിനും അറിയാം ഞാൻ. ഐപാഡ് ശരിക്കും കൊടുത്ത സീരിയസ്ലി കഴിച്ച് ഞങ്ങൾ അവന് ഐപാഡ് വിനീതിന് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചായിരുന്നു. ഞാൻ ആ പയ്യന് കൊടുത്തു, ഐപാഡ് കൊടുത്തു. നമ്മളന്ന് ട്രോളിൽ കണ്ട ആ പയ്യൻ ഐപാഡ് വിനീതിനെ കോൺടാക്ട് ചെയ്തോളാന്ന് പറഞ്ഞു. ഞാൻ അവൻ്റെ അടുത്തുനിന്ന് മേടിച്ചോളാൻ പറഞ്ഞു. മലയാളിയാണ് ആ പയ്യൻ, ട്രിവാൻഡ്രത്തുള്ള പയ്യനാണ്. ലാസ്റ്റ് ദിവസം നമ്മൾ കണ്ട ആ പയ്യന് ഞാൻ ഐപാഡ് കൊടുത്തു. അവൻ്റെ അടുത്ത് പറഞ്ഞ് വിനീതിൻ്റെ ഒന്ന് മേടിച്ചോളാൻ പറഞ്ഞു. വിനീതിൻ്റെ ഇരിപ്പുണ്ട് ഐപാഡ്. അപ്പോൾ അവൻ വിനീതിൻ്റെ ഒന്ന് മേടിക്കുമായിരിക്കും. ഐപാഡ് വേണ്ട, BMW കിട്ടിയാൽ കൊള്ളാം. പിന്നെന്താ അതങ്ങ് എഴുതിക്കൂടെ? തരാം എല്ലാം തരാം, നിനക്കെല്ലാം തരാം. എൻ്റെ സാധനോടെ മുറിച്ച് നിന്റെ കയ്യിലോട്ട് വെച്ച് തരാം, കൊണ്ടുപോകും. ഇങ്ങനെയും PUBG കളിക്കാം. ഓ ഇത് സ്പാർട്ടന്റെ അല്ലേ? ഒരു കൈയില് കളിക്കുന്നത്, രണ്ട് കൈ ഉണ്ടായിട്ട് പറ്റില്ല. ഇങ്ങനെയാണോ ഒരു കൈ വെച്ച്? Stone cold killer, 35 fresh bitch, ain't nobody realer. Slow mo when I ain't her. Only feel God and the man in the mirror. I see the devil looking back. On another level, where you at? I'm a savage, I'm a beast, got blood in my teeth when I'm going for your neck. Who am I? It don't really matter though if you about to die. You can run. എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിന്റെ അടുത്ത്, ഗാലക്സി. നിനക്ക് രണ്ട് കൈയും നിന്റെ രണ്ട് കാല് കെട്ടി ഡിസ്പ്ലേയുടെ മണ്ടയ്ക്ക് വെച്ചിട്ട് നിന്റെ സാധനവും കൂടെ പുറത്ത് അതിനകത്ത് വെച്ചാൽ നിനക്ക് ഇതുപോലെ കളിക്കാൻ പറ്റുമോ? പറ്റൂല, എനിക്ക് ഒറ്റ കൈ കൊണ്ട് പല കാര്യങ്ങളും അറിയാണ്ണ. നിനക്ക് ഒറ്റ കൈ കൊണ്ട് കളിക്കാൻ പറ്റുന്ന സാധനം എന്തായാലും ലൈവ് ഇടാൻ പറ്റൂല. അത് ശരിയാ, ആണല്ലോ. അത് പറ്റൂല. എടാ ഇവിടുത്തെ ഇത് കണ്ട, ദിസ് ഈസ് ഫോർ പോസ്റ്റിംഗ് വൈറ്റി ട്രോൾസ് ഇൻ ദ സെർവർ, ബെറ്റിംഗ് പ്രൊമോട്ടഡ് റീൽസ്, അൺവാണ്ടഡ് കണ്ടന്റ് റിലേറ്റഡ് ടു KVA and 18+ contents are restricted. എന്തൊരു ഇതൊക്കെ ഇതൊക്കെ ആരാ ഡിസ്ക്ലെയിമർ ഇട്ട് വെച്ചിരിക്കണേ? അവരെത്രയാണ് കിടില ഡിസ്ക്ലെയിമർ ആട്ടാ, രക്ഷയില്ല. എന്റെ ആളിയാ ഇജാതൊക്കെ ഡിസ്ക്ലെയിമർ ഇട്ട് വെച്ചിരിക്കണ നോക്കന്മാര്. മോഡ്സും അണ്ണാ ഇത് ഫുള്ള് കാണണേ. ഗേൾസ് വേഴ്സസ് ബോയ്സ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഗേൾസ് ആൻഡ് ബോയ്സ്. ഇപ്പൊ ഇവിടത്തേക്ക് അവസ്ഥ ഇതാണെണ്ണ. ഇത് സ്റ്റുഡിയോ വന്നപ്പോ തൊട്ട്, സ്റ്റുഡിയോ കൊല്ലത്ത് വന്നപ്പോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരൊക്കെ ഒരേ ഡ്രസ്സ് നോക്കാൻ നേരത്ത്. എന്താണ് സെറ്റപ്പ് എന്നത് കണ്ടാ മനസ്സിലാവില്ലല്ലോ. ഇത് ഗെയിം കളിക്കുന്ന ഒരു സ്റ്റുഡിയോ ഗെയിം സ്റ്റുഡിയോ ആണത്. എന്ത് കളി കളിക്കാലോ. ജിൻഡോ കാക്ക ഇതെന്താ സംഭവം മനസ്സിലായില്ല. ചെണ്ട 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 ചെണ്ടയുടെ കമ്പ് പിടിച്ചേ, ചെണ്ട അടിച്ചടിച്ചടിച്ച് ഇത് പൊള്ളിയ പോലുണ്ടല്ലോ അത് കണ്ടിട്ട്. ഇങ്ങനെയാവോ? ഓ തഴമ്പാണോ ഇത്? എന്റെ പൊന്നോ. എന്റെ ആളിയ, നമ്മളെ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ ഇവരിങ്ങനെ മണി അടിച്ചുകൊണ്ടിരിക്കുമ്പം 4 ഏജ് വെയിറ്റോ. നമ്മൾ ഈ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവരിങ്ങനെ കൈമണി ഇട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര സിമ്പിൾ ആയിരിക്കും എന്നല്ലേ. എന്തൊരു എഫേർട്ടായിരിക്കും ഇവിടെ അവരെടുക്കണല്ലേ. ചെണ്ട പിടിക്കുന്നതും മറ്റേ വലിയ ചെണ്ട പിടിക്കുന്നതും ഇത്ര നടക്കുന്ന. അയ്യോ സത്യം അണ്ണാ. സ്വർഗരാജ്യത്തിൽ എലിയുടെ ക്യാരക്ടർ കിടിലം. സുഹൃത്തുക്കളെ ഹലോ.
കണ്ടോ കണ്ടോ ആരായി ഈ കാലിലെന്താണ് ആരായി നിൽക്കുന്ന 22 വയസ്സ് തികയാത്ത യുവമിഥുന കണ്ടില്ലേ കവിളുകൾ തുടിക്കുന്നത്? നിങ്ങൾ ആ ചുണ്ടിലെ ചുവപ്പ് നോക്കൂ. ആ പാവാടയുടെ ഇറക്കമായിരുന്നു നോക്കണ്ട, ഇപ്പം നോക്കണ്ട കേട്ടോ. ഞാൻ പാവാടയൊക്കെ മാറ്റുന്നുണ്ട്. എൻ്റെ അല്ല ക്യാരക്ടർ ഇത് അതിന് 2 വാലും ഒരു കൊമ്പും ഒക്കെ കൊടുക്കുമ്പോഴത്തേന് എനിക്കൊരു സമാധാനം കിട്ടും. കണ്ടോ ഇത് യുവമിഥുനമാണോ എന്ന് പറഞ്ഞിട്ടെന്ത് കാര്യം, ആൾക്ക് മൂലക്കുരു ഉണ്ട്. ഇത്രക്ക് ലുക്കോട് പറഞ്ഞെന്ത് കാര്യം, ആൾക്ക് മൂലക്കുരു ഉണ്ട്. സത്യം അപ്പൊ ഇങ്ങളെ പിന്നെങ്ങനെ അളിയ ചന്ദ്ര നമ്മള് കേറുമല്ലേ അങ്ങ് ഇന്ന് ഞാൻ ഒരു കാര്യം പറയാം. 1000 മീറ്റർ എന്ന് പറയുന്ന സാധനം കേറാതെ ഞാൻ ഇന്ന് ഇറങ്ങത്തില്ല, ഇന്നത്തെ ലൈവ് എൻഡ് ചെയ്യത്തില്ല. ഇത് സത്യം ആളിയ അതൊക്കെയാണ് സത്യം. ഇതൊക്കെയാണ് പ്രോമിസിങ് എന്നൊക്കെ പറയണേ. ഇതില്ലെങ്കിൽ നിനക്ക് കണ്ടിയില്ല. 1000 മീറ്റർ എത്താതെ ഇന്നത്തെ ലൈവ് നിന്നാൽ പിന്നെ ഞാൻ വരുത്തില്ല. അല്ല ചന്ദ്രൻ അതാണ് ചലഞ്ചാണ്. അതെ ഈകളെ ബാബുല്ലാം പറഞ്ഞായിരുന്ന ബാബു വരും ചെറിയ മുണ്ടി പറഞ്ഞായിരുന്നു ആള്. ഇല്ല ഞാൻ വിളിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നത്തെ നമ്മുടെ ചെയിൻ ടുഗദർ ലൈവിൽ ഇടത്തെ സൈഡിൽ എന്റെ ക്യാമറ, തൊട്ട് താഴെ ചന്ദ്രന്റെ ഫേസ് ക്യാം, റൈറ്റ് സൈഡിൽ കണ്ണാപ്പിയുടെ ഫേസ് ക്യാം, ഏറ്റവും സൈഡില് ബാബുവിന്റെ ഫേസ് ക്യാം. എങ്ങനെ ഉണ്ടായിരിക്കും? 4 പേരുടെ മുഖോ എക്സ്പ്രഷൻ അടക്കം അത് കൊള്ളാം കേട്ടോ. ഇതുവരെ ഞാൻ ആദ്യമായിട്ടേ കേൾക്കുന്നില്ല. ഇത് നമ്മൾ ഫ്രഷ് സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരുമ്പോ അങ്ങനെ കൊണ്ടുവരണം. യുണീക്ക് ആയിട്ടേ ഓരോ സ്ഥലം അല്ലടാ ഈ ഐഡിയ സത്യം പറയട്ടെ, സൈക്കോ എല്ലാം തീർത്ത് കഴിഞ്ഞപ്പോ 4 പേരുടെ ഫേസ് ക്യാം വിട്ടില്ലേ? എല്ലാരും പറയണെന്ന് പറഞ്ഞാൽ എല്ലാരും കേറും. പക്ഷെ നമ്മളെ ഈ സ്ക്വാഡിനാണ് എല്ലാവർക്കും പുച്ഛ. നമ്മളെ കേറത്തില്ല, നമ്മളെ കൊണ്ട് ഡ്രീമറെ ശരിക്കും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ നമ്മുടെ ലൈവ് കാണുന്നവരുടെയൊക്കെ വിചാരം ഉണ്ടല്ലോ, നമ്മള് മറ്റേ അണ്ണാമ്പണ്ണിയാണ്, നമുക്ക് ഇത് കളിക്കാൻ പറ്റത്തില്ല, നമ്മള് മറ്റേ പയ്യെ നമ്മള് താഴെ വീണ് പോവാ എന്നാണ് ഇവരുടെ വിചാരം. നമ്മളിത് എന്റർടൈൻമെന്റ് ആയിട്ട് പയ്യെ സെറ്റ് ചെയ്യാന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഈ മണ്ടന്മാർക്ക് അറിഞ്ഞൂടല്ലോ, ഇവര് ഈ മണ്ടന്മാർക്ക് അറിഞ്ഞൂടാ. അതാണ് പ്രശ്നം. ഇന്ന് നാളെ ഞാനൊരു കാര്യം പറയാം. ഇന്ന് 1000 മീറ്റർ എത്താതെ 1000 മീറ്റർ എൻഡ് ആയാൽ നാളെ ചന്ദ്രന്റെ സ്ട്രീമിൽ നിങ്ങൾ ഇങ്ങനെ ഞൊട്ട വിളിച്ച് അവനെ അങ്ങനെ വിളിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ഞൊട്ട ഇടുമ്പോ ചന്ദ്രൻ പേര് വായിക്കും. ഇപ്പൊ ഞൊട്ട ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഇവിടെ അരവിന്ദ് അനന്തു ബ്രോ ആണ് കമന്റ് ഇടുന്നതെങ്കിൽ ഞൊട്ടേന്ന് കമന്റ് ഇട്ടാ അപ്പൊ ഡ്രീമർ റിപ്ലൈ പറയും, അരവിന്ദ് അനന്തു ബ്രോ പറ നിങ്ങൾ ഇങ്ങനെ ഞൊട്ട അടിച്ച് വിളിച്ചവനെ. എനിക്ക് അതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. എനിക്ക് അതിൽ കൂടുതൽ വേറെ ഒന്നും പറയല്ല. ഇന്ന് 1000 മീറ്റർ ആയില്ലെങ്കിൽ നാളത്തെ ലൈവിൽ എല്ലാരെയും ഡാഡെന്ന് വിളിക്കും. എല്ലാരും വിളിക്കണമെന്ന് അച്ഛാനെ വിളിക്കണം. അത് 8000 പേരൊക്കെ അച്ഛാന്ന് ഇവിടെ എന്റെ കിക്ക് കത്തിപ്പോയെന്ന് തോന്നടാ. സത്യം എനിക്ക് ഇങ്ങനെ ഇരിക്കണുണ്ടോ, കിക്ക് ഇങ്ങനെ ഇരിക്കുക അങ്ങനെയില്ല. കുറച്ചു നേരം നമുക്ക് ഇന്നെന്തായാലും ഇത്രയും നല്ലൊരു നമ്മൾ ഇത്രയും വലിയ ടാസ്ക് ഗെയിമൊക്കെ കളിക്കാൻ പോണല്ലേ, അപ്പൊ കുറച്ചു നേരം ഭക്തിയാവാം. നല്ല ഭക്തി. ആദ്യമായിട്ടാണ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇങ്ങനത്തെ റൈലൊക്കെ എടുക്കുന്നത്.
കുടുംബശ്രീ രാമനാ അണ്ണ എല്ലാവരും നന്നായി പോയി. മൂട് പോയി സത്യം. ബെസ്റ്റ് റീൽ ക്രിയേറ്റർ ഇൻ കേരള. ഇതൊക്കെ കാണണം, അല്ലാതെ ഈ പസ്മം വാരി എറിയുന്നവനെ ഒന്നും അല്ല നിങ്ങൾ കാണണ്ടേ. ഇവനെ ഇതാണ് പയ്യന്റെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, റീൽസ് കണ്ടിട്ടില്ലല്ലോ, കണ്ടോ? നാളായോ അതെനിക്കൊന്നും നാണം കൊണ്ടാണോ നാളത്തില് ഞാൻ കുഴഞ്ഞു വീണ് സത്യം. അണ്ണാ ഈ മാഷപ്പ് ராசாத்தி வண்ண காணாத நெஞ்சு காத்தாடி போலாடுது ராசாத்தி ബ്രോ ഓട്ടോട്യൂൺ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് வண்ண காணாத நெஞ்சு காத்தாடி போலாடுது பொழுதாகி போச்சு விளக்கேத்தியாச்சு பொன்மானே ஒன்ன தேடுது ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போனாடுது. ஈனம் கூத்தனார் മധു തേടി പോയി ദൂരെ താഴെ തളിരാർന്നു പൂവനങ്ങൾ രാസാത്തി മാഷപ്പൊക്കെ എന്നാണ് വന്ന മാഷപ്പ് ഇത് കേട്ടത്? എന്റെ അമ്മോ. എടാ നിങ്ങളൊക്കെ കുറെ പേര് പറയും തന്ത വൈബ് സ്കിപ്പ് എന്നൊക്കെ പറയണത്. മക്കളെ നിങ്ങളൊക്കെ ഒരു ദിവസം ഇതിലോട്ട് വരും. തന്ത വൈബ് എന്ന് പറയുന്നവന്മാരെല്ലാം കറങ്ങി തിരിഞ്ഞ് ഒരു 5 വർഷത്തിനുള്ളിൽ നീയൊക്കെ തിരിച്ച് ഇവിടെ വരും. പണ്ട് ഒരു പുഷ്പമൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് ഞാൻ പപ്പയോട് പറയുമായിരുന്നു, ഇതൊക്കെ എന്തൊരു പാട്ട് പപ്പാന്ന്. ഒരു പുഷ്പമൊക്കെ കേൾക്കുമ്പോൾ പറയുമായിരുന്നു ഇതൊന്നും അല്ല, ഞാൻ അന്ന് മറ്റേ ഡിസ്കോ അതിന്റെ ആളായിരുന്നു. പക്ഷെ ഞാൻ കറങ്ങി തിരിഞ്ഞ് ഇപ്പൊ എനിക്കൊന്നും മനസ്സമാനം കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ പാട്ടുകൾ എഴുതണം. അത് നീയൊക്കെ അന്നേരം നിനക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ തന്ത വൈബ് എന്ന് പറയണവന്മാരും സ്കിപ്പ് പറയണവന്മാരുടെ ഒക്കെ റിയലൈസേഷൻ. അതെ, അതാണ് ശരിക്കുള്ള റിയലൈസേഷൻ. AI ക്രിയേറ്റ് ചെയ്ത ആഡ്. നിങ്ങൾക്ക് ഞാനൊരു അഡ്വർടൈസ്മെന്റ് കാണിച്ചു തരാം. ഈ ഒരു അഡ്വർടൈസ്മെന്റ് AI യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? ഇത് കൊക്കക്കോളയുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. ഈ ഒരു അഡ്വർടൈസ്മെന്റിലെ ഇമേജസ്, മ്യൂസിക്, സൗണ്ട് എഫക്ട്സ്, ട്രാൻസിഷൻസ് എല്ലാം AI യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തതാണ്. AI എന്ന ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് തന്നെ എന്നാൽ ഈ ഒരു അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ യുണീക്ക് ആയും ചെയ്ത് അതേപോലെ തന്നെ കൂടുതൽ യൂസേഴ്സിനെ അവർക്ക് എൻഗേജ് ചെയ്യിപ്പിക്കാനും പറ്റി. ഇതിലൂടെ കൊക്കക്കോളയുടെ പ്രോഫിറ്റ് അവർക്ക് കൂട്ടാനും പറ്റി. ഇതൊന്നല്ല മെയിൻ ആയിട്ടുള്ള കാര്യം. മെയിൻ ആയിട്ട് കൊക്കക്കോള പറയടാ 10 മിനിറ്റ് എടുക്കൂല എങ്ങനെ പോയാലും. ഫുഡ് കഴിച്ചിട്ടോ ഞാൻ ഫുഡ് കഴിച്ചിട്ടാ. ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിക്കണം, കൊക്കക്കോളയൊക്കെ ആരെങ്കിലും പരസ്യം കണ്ട് മേടിക്കുമോ? എല്ലാവർക്കും അറിഞ്ഞൂടെ അത്? കൊക്കക്കോളയൊക്കെ ആരെങ്കിലും പൈസ കൊണ്ട് മേടിക്കുമോ? കൊക്കക്കോളയൊക്കെ ഒരു പരസ്യം കൊടുത്തു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും മേടിക്കുമോ? അത് പറഞ്ഞപ്പോഴാ നിങ്ങളുടെ കൂട്ടത്തിൽ മൗണ്ടൻ ഡ്യൂ കുടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മനസ്സിലായ? മൗണ്ടൻ ഡ്യൂ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ബാൻ ചെയ്ത ഒരു ഇത് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിട്ട് മാറി. ഏറ്റവും കൂടുതൽ രാജ്യത്തിൽ ബാൻ ചെയ്ത അത് ഇടം നേടിയിരിക്കുകയാണ് മൗണ്ടൻ ഡ്യൂ. മൗണ്ടൻ ഡ്യൂ കുടിച്ചാൽ
കൂട്ടത്തിൽ ഏറ്റവും വിഷം അതാണെന്നാ പറയണേ ഇപ്പൊ മൗണ്ടൻ ഡ്യൂ. അപ്പൊ കൂട്ടത്തില് എന്റെ വീട്ടിലുള്ള വിഷം അവനാണ് അപ്പൊ ലൈവ് റീഫ്രഷ് ആയോ? അതെന്താ പറയാ, ഇവിടെ ദുബായ് ജംഗ്ഷനിൽ ചെറുതായിട്ടൊരു കാറ്റ് വീശി. ഏതരം മേടിച്ച് കുടിക്കുക അത്? ദുബായ് ജംഗ്ഷനിൽ കാറ്റ് വന്നു, കാറ്റ് വന്നതിന്റെയാണ് അത്. റീഫ്രഷ് ആവാൻ വരും, ഇപ്പൊ വരും. റീഫ്രഷ് ചെയ്താ വരും. ഞാൻ ഫ്രൂട്ടി മേടിക്കാൻ പറയുമ്പോ ഇവൻ മറ്റേ പച്ച കുപ്പി മേടിച്ചോണ്ട് വരും. എടാ ഞാൻ പറയട്ടെ, ഫ്രൂട്ടിയിൽ പാഷാണം, മറ്റേ ഇതിനകത്ത് സൈനൈഡും, അത്രയും വ്യത്യാസമുള്ളൂ മോനെ. വെള്ളം കുടിക്കുക, വെള്ളം. എന്താണ് സയന്റിഫിക് റീസൺ അത് അറിയാവോ? എന്ത്? കഫേന്റെ കണ്ടന്റ് കൂടുതൽ, ആഡഡ് ഷുഗർ, കഫേൻ, ഇതിന്റെയൊക്കെ ഇത് കൂടുതൽ. വെള്ളം കുടിക്കുക, വെള്ളം കുടിക്കുക. ഈ കാപ്പി കുടിക്കുന്ന പ്രശ്നമാണോ? പിന്നെ കാപ്പി അധികം കുടിക്കുന്നത് പ്രശ്നമാണ്. അധികം ഒരു ദിവസം ഒരെണ്ണം കുടിച്ചൂടെ? ഓ അതൊക്കെ കുടിക്കടാ, അതൊന്നും സീനൊന്നുമില്ല. നൊസ്റ്റാൾജിക് സീരീസ് പാർട്ട് 2. പണ്ടൊക്കെ ഈ ട്യൂൺ കേൾക്കാൻ വേണ്ടി മാത്രം കസ്റ്റമർ കെയറിൽ വിളിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എ പ്യുവർ എ.ആർ. റഹ്മാൻ മാജിക്. അതല്ലേ ഞാനൊരു അമ്മാവനായെന്ന് ഞാൻ തന്നെ വെരിഫൈ ചെയ്ത്. It's nice. You want to add something more? Living the dream, living at home, let the rhythm take control. Living this day, living it now, live the moment right now. ഞാൻ നിങ്ങളുടെ ഓണസ്റ്റ് ആയിട്ട് പറയട്ടെ, ഈ ട്യൂണൊക്കെ മറ്റേ പണ്ടത്തെ കുട്ടിവാപ്പൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മറ്റേ MP3 ഒക്കെ ഡൗൺലോഡ് ചെയ്യണ സൈറ്റ് കുട്ടിവാപ്പിൽ നിന്നൊക്കെ ഈ റിംഗ് ട്യൂൺ ഡൗൺലോഡ് ചെയ്ത് ഞാൻ മറ്റേ റിംഗ് ട്യൂൺ ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. കുട്ടിവാപ്പൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? കുട്ടിവാപ്പൊക്കെ ഓർമ്മയുള്ളവരുണ്ടോ ഇവിടെ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഈസിയിലിരിക്കുന്നേ? കുട്ടിവാപ്പും പഠിക്കുമ്പോ ഈ പാട്ടൊക്കെ ഇങ്ങനെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാൻ ഇത് പാടി നടക്കുമായിരുന്നു സ്കൂളിലൊക്കെ വെച്ച്. വൈറ്റുമേറ്റ് ഒക്കെ എപ്പോ വന്നാടാ? ഹൈറ്റുമേറ്റ് ഒന്നും അല്ല, കുട്ടിവെപ്പ് ഒക്കെ പണ്ടത്തെ. പിന്നെ അറിയാന്നോ? അതാണ് ചിലപ്പോ പണ്ട് അതീതൊക്കെ കേട്ടിട്ടുണ്ടാവണം, മറന്നു പോയിട്ടുണ്ടാവും പേരൊക്കെ. ഇല്ല, ഇവിടെ കൊറേ പേരുണ്ട് അറിയാവുന്നേ, കുട്ടിവെപ്പ്. പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന ഹിന്ദു യുവാവ് അവന്റെ ആചാരങ്ങള് നല്ല പോലെ റിലേറ്റ് ചെയ്യാൻ പറ്റും. സത്യമാണ്. ഇതൊന്നുമല്ല, നോക്കാം, അത് കാണും. പ്യുവർ കഴയാണ്, പ്യുവർ കഴ. തുള്ളി ഒഴുകും സംഗമം വെള്ളിച്ചില്ലും തുള്ളി ഒഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം പേടിയാവുന്നില്ല ഈ വീട് കയ്യും കാലും ഓടിയോന്ന്? അതല്ല, ട്രിപ്പിന് ശേഷം OLX-ൽ ഡോക്ടർ യൂസ് ചെയ്ത ആക്സസും ഡിസ്കവറും വിൽപ്പനയ്ക്ക്.
വെരി സ്ലൈറ്റ്ലി യൂസ്ഡ് ഡിസ്കവർ ഫോർ സെയിൽ. വളരെ ചെറിയൊരു എമൗണ്ട് മാത്രം. അതങ്ങനെ വരുള്ളത്, അത് ഉറപ്പാണ്. വണ്ടിക്ക് എഞ്ചിൻ ഇല്ല, ഇവ എന്തും കൂട്ടാ പോണേ. ഇൻഡിക്കേറ്റർ ഇല്ല, ഇൻഷുറൻസ് ഇല്ല. അവര് അവരുടെ വണ്ടി, അവരുടെ കാശ്, അവര് എൻജോയ് ചെയ്യട്ടെ. നമുക്ക് എന്ത് പറയാം, അത്രേ ഉള്ളൂ. അവരുടെ അത് പറയാൻ പറ്റത്തില്ലടാ. നിന്റെ വണ്ടി എങ്ങനെ നോക്കണമെന്ന് നിന്റെ ഇതാണ്. അവൻ എന്തോ അവന്റെ നമ്മുടെ വണ്ടിയല്ലല്ലോ പോയെ, അവൻ നമ്മുടെ വണ്ടിയിലല്ലേ എടുത്തോണ്ട് പോയ. അവൻ അവന്റെ വണ്ടി, അവന്റെ കാര്യവും അവരുടെ കാര്യമായിട്ട് ജീവിക്കട്ടെ. അവര് സന്തോഷമാണ്, അവര് ഹാപ്പിയല്ലേ, അവര് ഹാപ്പിയാണ്. നീ ഹാപ്പിയല്ലേ? അതെ. നമ്മള് ഹാപ്പിയല്ലേ? കണ്ടോണ്ടിരിക്കുന്ന ഹാപ്പിയല്ലേ? അത്രയും മതി. അതെ, ഞാൻ ഹാപ്പിയാണ് എന്ന് കരുതി ബാങ്ക് മോട്ടിക്കുമ്പോൾ നിനക്ക് സന്തോഷം കിട്ടുമെന്ന് പറഞ്ഞ് നീ നാളെ ബാങ്ക് മോട്ടിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ ഡിസ്കൗണ്ട് നോട്ട്സ് വന്നാൽ നിന്നെ ഞാൻ നല്ല വിളി വിളിക്കും, മനസ്സിലായോ? നമ്മുടെയാണല്ലേ പേടല്ല, പേടല്ല. ഇത് പേട്. നീ ഡിസ്കോഡിൽ നിന്ന് ഇറങ്ങാവോ പ്ലീസ്? നീ ഡിസ്കോഡിൽ നിന്ന് ഇറങ്ങ പ്ലീസ്. അല്ല, അത് ഫുള്ള് കാണാം, അത് ഫുള്ള് കാണാം, അത് ഫുള്ള് കാണാനുള്ളതുണ്ട്. I'm sipping, I can book you, either pink or brown. I'm the one that introduced you to the you right now. Oh my God, that's the thing. Well, alright, tryna fight in the night. Come alive, ain't it sweet? Ain't it? ഇതെന്റെ വീടല്ലടാ, ഇതെന്റെ വീടല്ലടാ. ഇത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ മ്യൂട്ട് വില്ലി. വില്ലി മീറ്റ്. അണ്ണാ ഇതൊന്ന് വാങ്ങിയാലോ? നമുക്ക് ഉപകാരമുള്ള സാധനമല്ലടാ, ഗെയിമിംഗ് റിലേറ്റഡ് ഉപകാരമുള്ള സാധനമല്ല. സിനിമ കാണുന്നവർക്കൊക്കെ കൊള്ളാം.